നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇഡി കേസെടുക്കുമെന്ന് റിപ്പോർട്ട്. SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ നിരീക്ഷണം. അതേസമയം മാസപ്പടി കേസിൽ SFIയോയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉച്ചയ്ക്ക് 2:30 ഹർജികളിൽ വാദം കേൾക്കുക. ഹർജിയിൽ SFIയോയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരായേക്കും. എന്തായാലും ഇന്ന് തന്നെ മറുപടി നൽകാനായിരുന്നു നിർദ്ദേശം നൽകിയത്. അതേസമയം തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയാണ് വാദം കേൾക്കുന്നത്. CMRL ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടെന്നും CMRL ആരോപിച്ചു. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഈ ഹർജി നിലനിൽക്കുമോ എന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കാബ്ലാൻ ചോദിച്ചു. എന്നാൽ മുൻ ഉറപ്പ് അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്ന് CMRLനായി ഓൺലൈനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞിരുന്നു. കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും പ്രതി ചേർത്തത്. വീണയെയും CMRL മേധാവി ശശിധരൻ കർത്തയെയും ബോർഡ് അംഗങ്ങളെയും വിചാരണ ചെയ്യാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIയോയ്ക്ക് അനുമതി നൽകിയത്. സാമ്പത്തിക ക്രമക്കേടിന് 10 വർഷം തടവ് ലഭിക്കാവുന്ന കേസുകളാണ് വീണ അടക്കമുള്ള പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. CMRL നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും വീണയും എക്സാലോജിക്കും 2,70,00,000 അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സേവനമില്ലാതെ പണം കൈപ്പറ്റിയതിനാണ് വീണയ്ക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇഡി കേസെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് കുരുക്കുമുറുകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ ഇത് വരും എന്ന് തന്നെയാണ് ഇഡി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും SFIയോയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. എന്തായാലും വീണയ്ക്കെതിരെ കേസെടുക്കും എന്ന് തന്നെയാണ് ഇഡി റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണയ്ക്ക് ഇത് കുരുക്കുമുറുകുന്ന അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2:30 ഹർജികളിൽ വാദം കേൾക്കുക. നേരത്തെ തന്നെ ഈ ഒരു ഹർജിയിലെ SFIയോയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. കപിൽ സിബലാണ് ഇന്ന് ഹാജരാകുന്നത്. ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നു. എന്നാൽ അത് ലംഘിക്കപ്പെട്ടു എന്നാണ് CMRL വാദിച്ചിരിക്കുന്നത്. ഈ ഒരു വാദവും കോടതി അംഗീകരിച്ചിരുന്നില്ല.